മിനിമം ഒരു വേൾഡ് ഉണ്ട്, ഒരു സൂപ്പർ ഹീറോൻ്റെ വേൾഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഏർബൻ വേൾഡ് ഉണ്ട്, പിന്നെ ഒരു മിത്തോളജിക്കൽ വേൾഡ് ഉണ്ട്. ഈ എല്ലാം കൂട്ടിയിണക്കി ടൈ ചെയ്ത് ഒറ്റ ഒരു ഇതിലേക്ക് എത്തിക്കാനായിട്ട് ജെയ്ക്സിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രോസസ്സ് ഉണ്ടായിരുന്നു. കാരണം 4 പേർക്ക് 4 ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ സത്യം പറയാ. മെയിൻ ഒരു ക്രൈം, ഒരു യൂത്ത്, ഒരു സൂപ്പർ ഹീറോ, പിന്നെ ഒരു ചാത്തനും വേടനും. എല്ലാം അറിയാം. ഓക്കെ, ഏറ്റവും ടഫസ്റ്റ് അതായിരുന്നു ഇതിന്റെ സൗണ്ട് എന്താണെന്ന് ക്രാക്ക് ചെയ്യാൻ. ഞാനൊരു 3 ആഴ്ച, ഒരു ഓൾമോസ്റ്റ് 1 month പടം തുടങ്ങിയിട്ടില്ല. എനിക്ക് ജൂണിലോ മെയ് എൻഡിലോ മറ്റേ കണ്ടന്റ് വന്നിട്ട് ഞാനിങ്ങനെ സ്റ്റക്കാണ്. കാരണം ഞാൻ വേറൊരു മീറ്ററിലാണല്ലോ, നരിവേട്ട എന്ന് പറയുന്നത് വേറെ മീറ്റർ, ലവ് വർക്കിംഗ് ഓൺ ഇറ്റ്. തുടരും വേറെ മീറ്റർ. അപ്പം ഇതിനൊരു ചെറിയ ഹോളിവുഡും വേണം, എന്നാൽ നമ്മുടെ കൾച്ചറും വേണം. സോ ഐ വെൻ ബാക്ക് ടു ലിസണിങ് ടു സം ഓഫ് മൈ ഗുഡ്, എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള കുറച്ച് കമ്പോസേഴ്സ്, ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നവരുടെ കുറേ ട്രാക്സ് കേട്ടു. പിന്നെ ബേസിക്കലി പടം കാണുമ്പോൾ മനസ്സിലാവും ഈ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല ചന്ദ്ര ആരാന്നുള്ളത്. അപ്പം അതിനൊരു വന്യത വേണം, മലയാളത്തിൻ്റെ ഒരു എസൻസ് വേണം. ഇതിൽ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് വെച്ചാൽ എനിക്ക് മലയാളം ആയിട്ട് പറയുമ്പം അതിനകത്തൊരു വേൾഡ് ശുദ്ധമായ മലയാളം വരുമ്പോൾ ലിറിക്സിൽ ഇരിക്കാത്ത പോലെ എനിക്ക് തോന്നി. അപ്പോൾ വാട്ട് വി ഡിസൈഡ്, ഞാനപ്പോൾ ഹരിഭായിനെ വിളിച്ചു. ഫസ്റ്റ് ടീസറിൽ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്തു ഇത് നടക്കുന്ന കുറച്ച് 1000 വർഷം മുമ്പുള്ള ഒരു കഥയാണ്, അതിൻ്റെ കോർ എന്ന് പറയുന്നത്. ആ സമയത്ത് ഭാഷ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പം നരിവേട്ട ചെയ്ത സമയത്ത് അവരുടെ ട്രൈബൽ ഈ പണിയ സമുദായത്തിൻ്റെ ഒക്കെ പാട്ടുകൾ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്, ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ ലിറിക്സ്. ഇപ്പം മായും 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 മണ്ണേവ കിനാട്ടിപ്പട്ടോല പുറത്തൊരു തിരിമായി, അതിൻ്റെ മീനിങ് എന്താണ്? ബട്ട് ഇറ്റ് സൗണ്ട്സ് മലയാളം, ഇറ്റ് സൗണ്ട്സ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഹരിനാരായണൻ നമുക്ക് അങ്ങനത്തെ ഒരു വൊക്കാബുലറി കിട്ടിയാൽ നല്ലതായിരിക്കും. ലൈക്ക് ഇറ്റ് സൗണ്ട്സ് മലയാളം, പക്ഷേ അങ്ങനെ. അപ്പോൾ പുള്ളി ഞാനൊരു ട്യൂൺ അയച്ചു കൊടുത്തു. തിരിച്ചു പോയിട്ട് ഈ എക്സിസ്റ്റിംഗ് ട്രൈബൽ വെർണാക്കുലറിൽ നിന്നെല്ലാം കൂടെ കുറേ വേർഡ്സ് എടുത്ത് പുള്ളി ഒരു ഭാഷ ഉണ്ടാക്കി. മൊഴിക ഭാഷ എന്ന് പേരിട്ടു. മൊഴിക ഭാഷയിലാണ് ആക്ച്വലി ഇതിൻ്റെ സൗണ്ട് ട്രാക്കും എല്ലാം പോയിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കേൾക്കുന്ന മറ്റേ പരിഞ്ചനോയിലെ വാപുയലിലെ, അതായത് ഒരു കുട്ടിയോട് അമ്മ ചോദിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. ബട്ട് യു അണ്ടർസ്റ്റാൻഡ്, ഇങ്ങോട്ട് വരാൻ പറയുന്നു, എന്താണ് വിഷമിക്കുന്നത് എന്നുള്ള അർത്ഥങ്ങൾ. ആൻഡ് സോ വി വർ ഏബിൾ ടു കൺസ്ട്രക്ട് എ ലാംഗ്വേജ് അറൗണ്ട് ഇറ്റ്. ആൻഡ് ദെൻ ഐ വാസ് ഏബിൾ ടു ആ ഫ്ലേവർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഐ വാസ് ആഡിങ് Western orchestration, strings-um, percussions-um, that feels very Western. But the core melodic structure നമ്മൾ ഈ മലയാളം അല്ലെ മൊഴിക മെയിൻറ്റെയിൻ ചെയ്തു. ഇതായിരുന്നു ഇതിൻ്റെ ഒരു, just discovering that was the fascination.